നമ്മളിന്നും രാവിലെ തന്നെ നമ്മളെ കടപ്പുറാട്ടുള്ളത്. കുറേ ദിവസമായിട്ട് നമ്മൾ ഇറങ്ങാത്ത, ഇന്ന് ഞായറാഴ്ച അല്ലേ, അങ്ങനെ ഇറങ്ങിയതാണ്. ആകെ ഞായറാഴ്ച മാത്രം ഇറങ്ങുന്നത്. എല്ലാവരും വലയിട്ടിക്കുക, കടലിൽ ഒരിക്കലും ഗ്യാപ്പില്ല എന്നാണ് പറഞ്ഞത്, ഇടാൻ വേണ്ടിയിട്ട്. ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഞാനും ജയശേട്ടനും കടപ്പുറത്തേക്ക് പുലർച്ചെയാണേ. അപ്പോഴത്തേക്ക് അവിടെ രാഘവേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാളുകൂടി വലയൊക്കെ സെറ്റാക്കി ജയശേട്ടനാട്ടോ കടപ്പുറം ഇടാൻ പോന്നേ. ആടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പവിയേട്ടനൊക്കെ ഇട്ട വല ഓരെടുത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കിന് അവിടെ കുറേ ആൾക്കാർ വലയൊക്കെ ഇട്ടി കിട്ടും. അപ്പോൾ ഇവരെ വലയെടുത്ത് എല്ലാം മീനെല്ലാം നോക്കുകയാണേ. ഇന്ന് ഞായറാഴ്ച ആയതിനെ കൊണ്ട് തന്നെ ഏകദേശം എല്ലാ ആൾക്കാരും കടപ്പുറണ്ടേ. എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് വലയിട്ടിക്കും. കടലിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു വലയിടാനുള്ള ഒഴിവില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം എല്ലാ ഭാഗത്തും എല്ലാവരും ഒട്ടിക്ക്. ജയശേട്ടനാട്ടോ അത്തേരെയും മുറിച്ച് കിടന്ന് അങ്ങ് പോന്നേ. വലയിട്ട് കുറേ സമയം കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ റോഡിൽ നമ്മളെ നാട്ടിൽ ഓരോരുത്തരൊക്കെ വന്നിങ്ങനെ ഓരോരുത്തർക്ക് മീൻ കിട്ടുന്നതും പിന്നെ വാങ്ങാനും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടേ. പിന്നെ പറയണ്ടല്ലോ, ഇന്ന് ഞായറാഴ്ച അല്ലേ, എല്ലാവർക്കും ലീവും അല്ലേ. അതുകൊണ്ട് ഏകദേശം ആൾക്കാർ നമ്മളെ കടപ്പുറം കേട്ടോ. ഇങ്ങനെ കുട്ടൻ പിടിക്കുക, അതിൻ്റെ വലിപ്പം വലിയ കൂന്തലാണ്ടാ, ജീവനുള്ള പട്ടക്കുന്ന കൂന്തൽ. മണിയേട്ടൻ്റെയും ഭവിയേട്ടൻ്റെയും വലയിൽ വന്ന കൂന്തലാട്ടോ ഇത്. അതിനെ ഞാനിപ്പോൾ ഒന്നിച്ചൊക്കെ എടുത്ത് നോക്കുന്നു. അത് ശശിയേട്ടൻ കൊണ്ട് തന്നാട്ടോ, കേക്കും കുപ്പിയിൽ വെള്ളം. കേക്കും വെള്ളവും കുടിച്ച് ഞാൻ തലക്കാലം വിശപ്പടക്കിട്ടോ. മിക്സ്ചറാടെ ഷൈബോട്ടനൊക്കെ ഉണ്ടല്ലോ, ഓണി ഞാനൊക്കെ ഷെയർ ഇട്ടങ്ങ് തിന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റും. വലയിടുക, പിന്നെ അപ്പുറത്തോലെ വല ഇട്ട് കൊടുക്കുക, അതെടുത്തുകൊണ്ട് വരിക. അപ്പോഴത്തേക്ക് മണിയേട്ടനൊക്കെ ഓരോ വല എടുത്തുകൊണ്ട് വരും. ഇങ്ങനെ മാറിയും മറിഞ്ഞു തന്നെ പരിപാടി കേട്ടോ. അലീഖാൻ്റെ വലയും ജയശേട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. അലീഖാൻ്റെ വലയാട്ടോ ഈ മീനെല്ലാം കഴിച്ചെടുക്കുന്നത്. അതിൽ കുറച്ച് ഞണ്ടും 2-3 കൂന്തളും ഏട്ടയൊക്കെ ഉണ്ടേനെ. മീൻ കൈകൊണ്ട് ഓടാണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പവിയേട്ടൻ. ഏട്ടേൻ്റെ മുള്ളെല്ലാം ഒരാൾ ഒടിച്ചിട്ട് കൊടുക്കും, മറ്റേ ആളത് കഴിച്ചെടുക്കും. അങ്ങനെ ഗിരീശേട്ടനും ശശിയേട്ടനും അനിയത്തിയും എല്ലാവരും കൂടി ഇന്നൊക്കെ വേർതിരിച്ചെടുക്കും. കൂന്തളും മാന്തയും എല്ലാം ഉണ്ട്. കൂന്തൾ കണ്ട ഉടനെ ഞാൻ ഇത് എനക്ക് വേണമെന്നും പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ടോ. കുറേ ദിവസമായി കൂന്തൾ നിന്നിട്ട്, അതുകൊണ്ട് ഞാൻ മെല്ലെ അതവിടെ മാറ്റി വെച്ച്. ഞണ്ട് ഗിരീശേട്ടനും കൊടുത്തേ. വല ഒരാളുടേതാണെങ്കിൽ പോലും ഇത് പിടിച്ച് വന്ന് വേർതിരിച്ചെടുക്കുമ്പോഴേക്കില്ലേ ഇത് 3-4 ഓതി വെക്കും. ആരൊക്കെയാണോ വല പിടിച്ചെടുത്തേ ഓരിക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഓതി. അങ്ങനെ മീനൊക്കെ വേർതിരിച്ച് ഗിരീശേട്ടൻ അതിലുള്ള 3-4 ഞണ്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പോവുക കേട്ടോ. എനിക്ക് ഞണ്ട് മതി എന്ന് പറഞ്ഞ് മൂപ്പർക്ക് പണിക്ക് പോകാനുണ്ടേ. അങ്ങനെ ഒരു 7-7 മൂപ്പർ മെല്ലെ വിടുക. ഇളമ്പക്കില്ലേ, ഇളമ്പക്ക അതുണ്ട് ഇപ്പം നിറയെ കടലിൽ. വൈകുന്നേരം കേട്ടോ അധികം എടുക്കുക. പക്ഷെ നമ്മളെ വല എടുക്കുന്ന സമയത്ത് ഇന്ന് കുറേ കുടുങ്ങിനു, നല്ല പൂവൻ ഇളമ്പക്ക. പണ്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടിയും കടപ്പുറം പോയിട്ട് തിര വരുന്ന സമയത്ത് കാലൊക്കെ കുഴിച്ച് വെച്ചിട്ടെല്ലാം ഇത് എടുക്കുകയാണ് കേട്ടോ. ഈ 2 കൂന്തലും കൊണ്ടുവരും ഞങ്ങൾ കറി വെച്ചിട്ട് വേണം ചായ കുടിക്കാൻ. പിട്ടും കൂന്തൽ ഫ്രൈയും സൂപ്പർ ആയിക്കൂലേ. അങ്ങനെ 2 കൂന്തൽ എടുത്ത് മാറ്റി വെച്ചേ. കുറേ ദിവസമായി കൂന്തൽ എന്നിട്ട്, അതുകൊണ്ട് മെല്ലെ ഞാനിങ്ങ് എടുത്തു. വല നമ്മൾ പിന്നെ ഇടാൻ പോവാ കേട്ടോ. ഇത് ഇട്ടിട്ട് ചായ കുടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഇതെടുക്കും. ഇപ്പം കിട്ടിയ കൂന്തളില്ല, അതുകൊണ്ടൊരു ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ചായ കുടിക്കും. ഇളമ്പൊക്കെ പിന്നെയും കിട്ടിയിരുന്നു കേട്ടോ കുറേ. ഞാനൊക്കെ വലിയൊരു സഞ്ചിയിലിട്ട് ഇതിമൂക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവരും കേട്ടോ. വേറെ ആർക്കും കൊടുത്തിക്കില്ല ഞാൻ. നമ്മളെല്ലാവരും വലയിട്ടതിൻ്റെ കരയോട് അടുപ്പിച്ച് തന്നെ ഒരു ഫൈബർ വെള്ളം വന്നിനെ. ഒരാടെ നിന്ന് വലയൊക്കെ ചുറ്റി അടിച്ച് അവിടെ നിറയെ മീനുണ്ടെന്ന് തോന്നും. ഒരു 1-2 പ്രാവശ്യം അവിടെ വലയിടുകയൊക്കെ ചെയ്തിക്ക്. നിറയെ മീനും ഉണ്ടായിരുന്നു തോന്നേ. പരുന്തൊക്കെ ഇങ്ങനെ മേലൊന്നും ഇങ്ങനെ വട്ടം പറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. ഇത്രയുള്ള വലിയ മാന്തയുണ്ടായിരുന്നു കേട്ടോ ഓരോ വലയിലും. അതിലുള്ള ഏറ്റവും വലിയൊരു മാന്തയും ഞാനവിടെ മാറ്റി വെച്ചേ. ഒരിങ്ങനെ പറയുന്നുണ്ട് വലുതെല്ലാം എനിക്കാന്ന് തോന്നുന്നു. പിടിക്കുന്ന എടുക്കുന്നതൊക്കെ കാണാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കടപ്പുറം.
പൊരിച്ച് തിന്നണ മക്കളെ എന്തായാലും ടേസ്റ്റ് പൊളിയായിരിക്കും. ഇത് പൊരിച്ചിട്ട് വേണം നമുക്ക് ഇന്നത്തെ ചോറെല്ലാം ഉഷാറാക്കി. 9:30 കഴിഞ്ഞിട്ടോ, നമ്മളൊരു 5-5:30 അങ്ങനെ വന്നിട്ടോ. ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യം വലയിടും, പിന്നെയും പോയി തിരിച്ചിടും, പിന്നെയും പോയി തിരിച്ചിടും. ഇത് തന്നെ പരിപാടി കേട്ടോ. അതിൽ ഞാൻ 2 കൂന്തളും കുറച്ച് ഇളമ്പൊക്കെ ഞാനിങ്ങ് എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ. അത് രണ്ടും ഞാൻ എടുത്ത് വെച്ചാന്നേ. അങ്ങ് പോയിട്ട് കൂന്തൽ കറിയാക്കി പുട്ടൊക്കെ ചുട്ടിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇളമ്പൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്കാം, അല്ലെങ്കിൽ ഇതിമൊക്കെ അങ്ങനെ കൊടുക്കാം. ഞാനിനിയിപ്പോൾ ഇവരെയും കാത്തിക്കുക. ഒരു പ്രാവശ്യം വലയെടുക്കും, പിന്നെ ഇടും തന്നെ പരിപാടി കേട്ടോ. നല്ലോണം മാന്തയും കൊടുക്കുന്നുണ്ടേ. മാന്തയും പൊരിച്ചിട്ട് ചോറുന്നണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 3-4 പ്രാവശ്യം വല എടുക്കുകയൊക്കെ ചെയ്തിക്കേ. നമ്മളെ വല മാത്രമല്ല കേട്ടോ, അലീഖാൻ്റെ വലയൊക്കെ ജയശേട്ടൻ തന്നെയാണ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഏകദേശം എല്ലാവരും പോവുക കേട്ടോ, വല ഇട്ട് വെച്ചിട്ട് പോവുക. തിരിച്ച് വന്നിട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങെന്തിനാ ഇങ്ങനെ വെയിലുള്ളെന്ന് എനിക്ക് പുരക്ക് പോയി ചായ കുടിക്കരുതെന്നൊക്കെ എന്നോടാണ് ഏട്ടന്മാർ ചോദിക്കുന്നത്. അങ്ങനെ 2 കൂന്തയും 1 മാന്തയും ബാക്കി ഇളമ്പൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ പോവാം കേട്ടോ. പോയിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് വേഗം തിരിച്ച് വരണം കേട്ടോ. കൂന്തൽ കറിയും നമ്മളെ മാന്ത പൊരിച്ചതും പുട്ടും. അങ്ങനെ പുട്ടും കൂന്തൽ കറിയും മാന്ത പൊരിച്ചൊക്കെ തിന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വന്നേ. ആദ്യം ഇട്ട വല തിരിച്ചെടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് കൊടിമുക്കുന്ന കുഞ്ചും വന്നിനു കേട്ടോ. പിന്നെ വല എടുത്ത് അതിലുള്ള മീൻ എല്ലാവരും കൂടിയും വേർതിരിച്ച് എടുക്കുകയാണേ. അതിൽ കുറേ ഏട്ടേനും കുടുങ്ങി, കൂന്തൽ ഒറ്റയുല്ലേനും. അങ്ങനെ എല്ലാവരും കൂടി അത് വേർതിരിച്ചെടുത്ത് അതും 3-4 ഓതി വെച്ച് അതിൽ 2-3 മാന്തയും കുറേ ഏട്ടയും കുഞ്ചൂന് കൊടുത്തിട്ടോ കൊടിമുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓൻ ശരിക്കും മിനി ഗോവയിൽ മീൻ പിടിക്കാൻ വന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ കടപ്പുറാന്ന് കണ്ടാൽ ഇങ്ങോട്ടേക്ക് വന്നതാണേ. ഇവിടുന്ന് പോയിട്ട് വേണം നമുക്ക് മിനി ഗോവയിലേക്ക് പോയി. അതിനാവൻ വന്നേ, അതുകൊണ്ട് പോകുമായിരിക്കും. നിറയെ ഏട്ടയാനും കേട്ടോ പിന്നത്തെ വലയിലുള്ള. അങ്ങനെ കുറച്ച് ഏട്ടയെടുത്ത് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങ് പോന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ചയില്ലേ, രാവിലെ തന്നെ കടലും ഇനിയും എങ്ങോട്ടാണെന്ന് അറിയില്ല, എന്തായാലും പോയാലേക്കായിരിക്കും. ഇങ്ങനെ അങ്ങ് പോയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.